ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 155-ൽ പരം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 48 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. 20:1 നിന്നാണ് ന്യായാധിപന്മാർ 20:1 ആരാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ഇസ്രായേൽ ജനം. ദാൻ മുതൽ എവിടെ വരെയുള്ള മുഴുവൻ ഇസ്രായേൽ ജനമാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം ബർഷേബ. ദാൻ മുതൽ ബർഷേബ വരെയുള്ള മുഴുവൻ ഇസ്രായേൽ ജനത്തോടൊപ്പം ഏത് ദേശക്കാരാണ് ചേർന്നത്? ഉത്തരം ഗിലെയാദുകാർ. അവർ ഏക മനസ്സോടെ എവിടെയാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം മിസ്പായിൽ. അവർ ഏക മനസ്സോടെ മിസ്പായിൽ ആരുടെ മുൻപിലാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം കർത്താവിൻ്റെ. എവിടെയുള്ള നേതാക്കന്മാരും സഭയിൽ ഹാജരായി എന്നാണ് ന്യായാധിപന്മാർ 20:2 പറയുന്നത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങളിലെ. ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരോടൊപ്പം മറ്റേത് കൂട്ടരാണ് സഭയിൽ ഹാജരായിരുന്നത്? ഉത്തരം ജനപ്രമാണികൾ. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ആരുടെ സഭയിലാണ് ഹാജരായിരുന്നത്? ഉത്തരം ദൈവജനത്തിൻ്റെ സഭയിൽ. ആരുടെ കാലാൾപ്പടയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 12:2 പറയുന്നത്? ഉത്തരം ഖഡ്ഗധാരികളുടെ. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? ഉത്തരം 4,00,000 പേർ. 20:3 നിന്നാണ് ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് ആരാണ് കേട്ടത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. ആര് മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രം കേട്ടത്? ഉത്തരം ഇസ്രായേൽ. ഇത്ര വലിയ ഡാഷ് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക, പൂരിപ്പിക്കുക. ഉത്തരം ദുഷ്ടത. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ടത് ആര്? ഉത്തരം ഇസ്രായേൽ ജനം. 20:4 നിന്നാണ് ന്യായാധിപന്മാർ 20:4 ആരാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത്? ഉത്തരം ലേവ്യൻ. ന്യായാധിപന്മാർ 20:4 ലേവ്യന് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഏത് സ്ഥലത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 20:4 പറയുന്നത്? ഉത്തരം ഗിബയ. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ലേവ്യനോടൊപ്പം താമസിക്കാൻ ചെന്നത് ആര്? ഉത്തരം ഉപനാരി. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ലേവ്യനും ഉപനാരിയും താമസിക്കാൻ ചെന്നത് എപ്പോൾ? ഉത്തരം രാത്രി. 20:5 നിന്നാണ് ആര് രാത്രി തനിക്കെതിരായി വന്നു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം ഗിബയായിലെ ആളുകൾ. ഗിബയായിലെ ആളുകൾ രാത്രി തനിക്കെതിരായി വന്ന് തന്നെ എന്ത് ചെയ്യാൻ വീട് വളഞ്ഞു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം കൊല്ലാൻ. തൻ്റെ ഉപനാരിയെ ഗിബയായിലെ ആളുകൾ എന്ത് ചെയ്തു എന്നാണ് ലേവ്യൻ പറയുന്നത്? ഉത്തരം ബലാത്സംഗം. തൻ്റെ ഉപനാരിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ന്യായാധിപന്മാർ 20:5 ലേവ്യൻ പറയുന്നത്? ഉത്തരം അവൾ മരിച്ചു. 20:6 നിന്നാണ് തൻ്റെ ഉപനാരിയെ എങ്ങനെയാണ് ഇസ്രായേലിലെ ദേശങ്ങളിലേക്ക് ലേവ്യൻ അയച്ചു കൊടുത്തത്? ഉത്തരം കഷ്ണങ്ങളായി മുറിച്ച്. തൻ്റെ ഉപനാരിയെ
കഷ്ണങ്ങളായി മുറിച്ച് ആരുടെ ദേശത്തേക്കാണ് ലേവ്യൻ അയച്ചു കൊടുത്തത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ. അത്ര വലിയ ഡാഷ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്? പൂരിപ്പിക്കുക. ഉത്തരം മ്ലേച്ഛതയാണ്. ആരാണ് ഇസ്രായേലിൽ അത്ര വലിയ മ്ലേച്ഛത കാണിച്ചത്? ഉത്തരം ഗിബയായിലെ ആളുകൾ. 20:7 നിന്നാണ് ആരോടാണ് ലേവ്യൻ ഉപദേശം തേടുന്നത്? ഉത്തരം ഇസ്രായേല്യരോട്. അതുകൊണ്ട് ഇസ്രായേല്യരെ, ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ഡാഷ് നിങ്ങളുടെ ഉപദേശം? പൂരിപ്പിക്കുക. ഉത്തരം കൂടിയിരിക്കുന്ന. 20:8 നിന്നാണ് ആരാണ് ഏക മനസ്സായി ശപഥം ചെയ്തത്? ഉത്തരം ജനം മുഴുവൻ. ജനം മുഴുവൻ ഏക മനസ്സായി എപ്രകാരമാണ് ശപഥം ചെയ്തത്? ഉത്തരം എഴുന്നേറ്റ് നിന്ന്. ഞങ്ങളിൽ ഒരുവൻ പോലും എവിടേക്കൊക്കെ മടങ്ങിപ്പോകില്ല എന്നാണ് ജനം ശപഥം ചെയ്തത്? ഉത്തരം കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ. 20:9 നിന്നാണ് ആരോട് നമുക്കിങ്ങനെ ചെയ്യാം എന്നാണ് ജനം പറയുന്നത്? ഉത്തരം ഗിബയായോട്. നമുക്ക് എപ്രകാരം ഗിബയായെ ആക്രമിക്കാമെന്നാണ് ജനം പറയുന്നത്? ഉത്തരം നറുക്കിട്ട്. 20:10 നിന്നാണ് ഇസ്രായേലിലെ എവിടെ നിന്ന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ജനം പറയുന്നത്? ഉത്തരം ഓരോ ഗോത്രത്തിലും നിന്ന്. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 100-ന് എത്ര എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ജനം പറയുന്നത്? ഉത്തരം 10. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് എന്തിന് 100 എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ജനം പറയുന്നത്? ഉത്തരം 1000-ന്. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 10,000-ന് എത്ര എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാമെന്നാണ് ജനം പറയുന്നത്? ഉത്തരം 1000. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഏത് നഗരത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 20:10 പറയുന്നത്? ഉത്തരം ഗിബയ നഗരം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം എവിടെ ചെയ്ത ക്രൂരതയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 20:10 പറയുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്ത് ചെയ്യാൻ ജനങ്ങൾ വരുന്നതിനെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 20:10 പറയുന്നത്? ഉത്തരം പ്രതികാരം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ഉത്തരം ഭക്ഷണം. ഇസ്രായേൽ ജനം മുഴുവൻ എന്തിനെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത്? ഉത്തരം പട്ടണത്തിനെതിരെ. 20:11 നിന്നാണ് കേട്ടോ ചോദ്യം. ആരാണ് പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത്? ഉത്തരം ഇസ്രായേൽ ജനം മുഴുവൻ. 20:12 നിന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രങ്ങളിലെങ്ങും ആരെയാണ് അയച്ചത്? ഉത്തരം ദൂതന്മാരെ. ന്യായാധിപന്മാർ 20:12 ആർക്കാണ് ദൂതന്മാരെ അയക്കുന്നത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രങ്ങളിലെങ്ങും. എത്ര ഘോരമായ ഡാഷ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്? പൂരിപ്പിക്കുക. ഉത്തരം തിന്മയാണ്. 20:13 നിന്നാണ് അതുകൊണ്ട് ഗിബയായിലുള്ള ആരെ ഞങ്ങൾക്ക് വിട്ടുതരുവിനെന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത്? ഉത്തരം നീചന്മാരെ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ എന്ത് ചെയ്യട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത്? ഉത്തരം കൊന്നുകളയട്ടെ. എവിടെ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാണ് ദൂതന്മാർ അറിയിക്കുന്നത്? ഉത്തരം ഇസ്രായേലിൽ നിന്ന്. ബെഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വകവയ്ക്കാതിരുന്നത്?
ഉത്തരം സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ. 20:14 നിന്നാണ്. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായത് ആര്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ എവിടെയാണ് ഒന്നിച്ചു കൂടിയത്? ഉത്തരം ഗിബയായിൽ. ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ എവിടെ നിന്നാണ് ഗിബയായിൽ ഒന്നിച്ചു കൂടിയത്? ഉത്തരം പട്ടണങ്ങളിൽ നിന്ന്. ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചു കൂടിയത്? ഉത്തരം ഇസ്രായേൽ ജനത്തിനെതിരെ. 20:15 നിന്നാണ്. ആരിൽ നിന്നാണ് എണ്ണപ്പെട്ട പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നത്? ഉത്തരം ഗിബയാവാസികളിൽ നിന്ന്. ഗിബയാവാസികളിൽ നിന്ന് എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 700. ഗിബയാവാസികൾക്ക് പുറമെ എന്തിനും പോന്ന ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം വാളെടുക്കാൻ പോന്ന. വാളെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രജരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 26,000. 20:16 നിന്നാണ്. വാളെടുക്കാൻ പോന്ന ബെഞ്ചമിൻ ഗോത്രജരിൽ പ്രഗത്ഭന്മാരായിരുന്നത് ആര്? ഉത്തരം ഇടതുകയ്യന്മാർ. വാളെടുക്കാൻ പോന്ന ബെഞ്ചമിൻ ഗോത്രജരിൽ പ്രഗത്ഭന്മാരായ എത്ര ഇടതുകയ്യന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 700. പ്രഗത്ഭന്മാരായ ഈ ഇടതുകയ്യന്മാർ എന്തിനു പോലും ഉന്നം തെറ്റാത്തവരായിരുന്നു? ഉത്തരം തലമുടി ഇഴയ്ക്ക് പോലും. ഇവർ തലമുടി ഇഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം കവണക്കാർ. 20:17 നിന്നാണ്. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ആരാണ് അണിനിരന്നത്? ഉത്തരം ഇസ്രായേൽ യോദ്ധാക്കൾ. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ എപ്രകാരമുള്ള ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത്? ഉത്തരം ഖഡ്ഗധാരികളായ. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിന്നിരുന്നത്? ഉത്തരം 4,00,000 പേർ. 20:18 നിന്നാണ്. ഇസ്രായേൽ ജനം യുദ്ധത്തിനൊരുങ്ങി എവിടെയാണ് എത്തിയത്? ഉത്തരം ബഥേലിൽ. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ആരോടാണ് ആരാഞ്ഞത്? ഉത്തരം ദൈവത്തോട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചോദ്യത്തിന് ആരാണ് മറുപടി പറഞ്ഞത്? ഉത്തരം കർത്താവ്. ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുൾ ചെയ്തത്? ഉത്തരം യൂദ. 20:19 നിന്നാണ്. ഇസ്രായേൽ ജനം എപ്പോൾ എഴുന്നേറ്റു എന്നാണ് ന്യായാധിപന്മാർ 20:19 പറയുന്നത്? ഉത്തരം രാവിലെ. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് എന്തിന് എതിരായാണ് പാളയമടിച്ചത്? ഉത്തരം ഗിബയായിക്ക്. 20:20 നിന്നാണ്. ഇസ്രായേൽ ജനം ആർക്കെതിരെയാണ് യുദ്ധത്തിന് ഇറങ്ങിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി. ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ ജനം എവിടെയാണ് അണിനിരന്നത്? ഉത്തരം ഗിബയായിൽ. 20:21 നിന്നാണ്. ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് അന്ന് അരിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം 22,000. ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് വന്നാണ് 22,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം ഗിബയായിൽ നിന്ന്. 20:22 നിന്നാണ്. ആരാണ് വീണ്ടും ധൈര്യം സംഭരിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ വീണ്ടും ധൈര്യം സംഭരിച്ച് എവിടെയാണ് അണിനിരന്നത്? ഉത്തരം ആദ്യ ദിവസം അണിനിന്നിരുന്നിടത്ത്. 20:23 നിന്നാണ്. ഇസ്രായേൽ ജനം ആരുടെ മുൻപിലാണ് കരഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെ. എപ്പോൾ വരെയാണ് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞത്? ഉത്തരം സായാഹ്നം വരെ.
ആർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്നാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് ആരാഞ്ഞത്? ഉത്തരം സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ. കർത്താവ് ഇസ്രായേൽ ജനത്തിനോട് എന്താണ് അരുൾ ചെയ്തത്? ചെല്ലുക. 20:24 നിന്നാണ് അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഡാഷ് അണിനിരന്നു പൂരിപ്പിക്കുക. ഉത്തരം രണ്ടാം ദിവസവും. 20:25 നിന്നാണ് ഇസ്രായേൽ ജനം രണ്ടാം ദിവസവും എവിടെ നിന്ന് വന്നാണ് ബെഞ്ചമിൻകാരെ നേരിട്ടത്? ഉത്തരം ഗിബയായിൽ. ഗഡ്ഗധാരികളായ എത്ര ഇസ്രായേൽക്കാരെയാണ് രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത്? ഉത്തരം 18,000 പേരെ. 20:26 നിന്നാണ് അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും എവിടെ വന്നാണ് കരഞ്ഞത്? ഉത്തരം ബെതേലിൽ. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഡാഷും ചേർന്ന് ബെതേലിൽ വന്ന് കരഞ്ഞു പൂരിപ്പിക്കുക. ഉത്തരം യോദ്ധാക്കളെല്ലാം ചേർന്ന്. ഇസ്രായേൽ ജനം ആ ദിവസം എപ്പോൾ വരെയാണ് ഉപവസിച്ചത്? ഉത്തരം സായാഹ്നം വരെ. ഇസ്രായേൽ ജനം ആ ദിവസം സായാഹ്നം വരെ ആരുടെ മുൻപിലാണ് ഉപവസിച്ചത്? ഉത്തരം കർത്താവിൻ്റെ. ഉപവാസത്തോടൊപ്പം ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ അർപ്പിച്ച ബലികൾ ഏതൊക്കെ? ഉത്തരം ദഹനബലികളും സമാധാന ബലികളും. 20:27 നിന്നാണ് ന്യായാധിപന്മാർ 20:27 ഇസ്രായേൽ ജനം എന്താണ് ആരാഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെ ഹിതം. 20:28 നിന്നാണ് എന്തായിരുന്നു അന്നാളുകളിൽ ബെതേലിലായിരുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം. അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര്? ഉത്തരം ഫിനെഹാസ്. ഫിനെഹാസിൻ്റെ പിതാവ് ആര്? ഉത്തരം എലെയാസർ. എലെയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം അഹറോൻ്റെ. ന്യായാധിപന്മാർ 20:28 ഇസ്രായേൽ ജനം എത്ര ചോദ്യങ്ങളാണ് കർത്താവിനോട് ചോദിക്കുന്നത്? ഉത്തരം 2 ചോദ്യങ്ങൾ. എന്ന് ഞാൻ അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തോട് അരുൾ ചെയ്യുന്നത്? ഉത്തരം നാളെ. 20:29 നിന്നാണ് ഇസ്രായേൽക്കാർ എന്തിനു ചുറ്റുമാണ് ആളുകളെ പതിയിരുത്തിയത്? ഉത്തരം ഗിബയായ്ക്ക്. ഗിബയായ്ക്ക് ചുറ്റും ആരാണ് ആളുകളെ പതിയിരുത്തിയത്? ഉത്തരം ഇസ്രായേൽക്കാർ. 20:30 നിന്നാണ് ന്യായാധിപന്മാർ 20:30 എത്രാം പ്രാവശ്യമാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ യുദ്ധത്തിനിറങ്ങുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. മറ്റ് 2 അവസരങ്ങളിലേതുപോലെ എന്തിനെതിരെയാണ് ഇസ്രായേൽക്കാർ അണിനിരന്നത്? ഉത്തരം ഗിബയായ്ക്ക്. 20:31 നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തിനെതിരായി എവിടെ നിന്നാണ് പുറത്തു വന്നത്? ഉത്തരം പട്ടണങ്ങളിൽ നിന്ന്. മുൻ അവസരങ്ങളിലേതുപോലെ എവിടെയൊക്കെ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തെ കൊല്ലാൻ തുടങ്ങിയത്? ഉത്തരം പെരുവഴികളിലും വിജനപ്രദേശത്തും. മുൻ അവസരങ്ങളിലേതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പെരുവഴികളിൽ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽ ജനത്തെ കൊല്ലാൻ തുടങ്ങിയത്? ഉത്തരം ബെതേലിലേക്കും ഗിബയായിലേക്കും. എത്ര ഇസ്രായേൽക്കാരാണ് 3-ാം പ്രാവശ്യം വധിക്കപ്പെട്ടത്? ഉത്തരം 30 പേർ. 20:32 നിന്നാണ് ഇസ്രായേൽ ജനം ആദ്യത്തേതുപോലെ തന്നെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ പറയുന്നത്? ഉത്തരം തുരത്തപ്പെട്ടിരിക്കുന്നു. ന്യായാധിപന്മാർ 20:32 ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഉത്തരം കൂടിയാലോചിച്ചു. ഇസ്രായേൽ ജനം കൂടിയാലോചിച്ച് എന്ത് ചെയ്യുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം പലായനം ചെയ്യാൻ.
ഇസ്രായേൽ ജനം പലായനം ചെയ്ത് ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടേക്ക് ആനയിക്കുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം പെരുവഴിയിലേക്ക്. 20:33 നിന്നാണ് ഇസ്രായേൽ ഒന്നടങ്കം എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ഉത്തരം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന്. ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരന്നത്? ഉത്തരം ബാൽത്താമാറിൽ. എവിടെ പതിയിരിക്കുന്ന ഇസ്രായേല്യരാണ് ഓടിക്കൂടിയത്? ഉത്തരം ഗേബായ്ക്ക് പടിഞ്ഞാറ് വശത്ത്. എന്തിനെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേല്യരാണ് അണിനിരന്നത്? ഉത്തരം ഗിബയായ്ക്ക്. 20:34 നിന്നാണ് കേട്ടോ. ഗിബയായ്ക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേല്യരാണ് അണിനിരന്നത്? ഉത്തരം 10,000 പേർ. എപ്രകാരമുള്ള പോരാട്ടമാണ് ഇസ്രായേലിലും ബെഞ്ചമിൻ ഗോത്രക്കാരും തമ്മിൽ നടന്നത്? ഉഗ്രമായ പോരാട്ടം. തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ആരാണ് അറിയാതിരുന്നത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. 20:35 നിന്നാണ് ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത്? ഉത്തരം കർത്താവ്. കർത്താവ് ബെഞ്ചമിൻ ഗോത്രക്കാരെ ആരുടെ മുൻപിലാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ഇസ്രായേല്യരുടെ. ഖഡ്ഗധാരികളായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഇസ്രായേല്യർ അന്ന് വകവരുത്തിയത്? ഉത്തരം 25,100. 20:36 നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എന്താണ് മനസ്സിലാക്കിയത്? ബെഞ്ചമിൻ ഗോത്രക്കാർ എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം തങ്ങൾ പരാജയപ്പെട്ടുവെന്ന്. ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത്? ഉത്തരം പതിയിരുത്തിയിരുന്നവരിൽ. എന്തിനെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത്? ഉത്തരം ഗിബയായ്ക്കെതിരെ. 20:37 നിന്നാണ് പതിയിരിപ്പുകാർ എവിടേക്കാണ് തള്ളിക്കയറിയത്? ഉത്തരം ഗിബയായിലേക്ക്. ഗിബയായിലേക്ക് തള്ളിക്കയറിയ പതിയിരിപ്പുകാർ പട്ടണം മുഴുവൻ എന്ത് ചെയ്തു? ഉത്തരം വാളിനിരയാക്കി. 20:38 നിന്നാണ് ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ എന്താണ് പറഞ്ഞൊത്തിരുന്നത്? ഉത്തരം അടയാളം. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്ന അടയാളം എന്ത്? വലിയ പുകപടലം. അടയാളമായ വലിയ പുകപടലം എവിടെ ഉയർത്തണമെന്നാണ് ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്നത്? ഉത്തരം പട്ടണത്തിൽ നിന്ന്. 20:39 നിന്നാണ് അടയാളമായ വലിയ പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എവിടേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ? ഉത്തരം യുദ്ധക്കളത്തിലേക്ക്. എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ആദ്യത്തേതുപോലെ തങ്ങളോട് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത്? ഉത്തരം 30 പേർ. 20:40 നിന്നാണ് പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ആരാണ് തിരിഞ്ഞു നോക്കിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ. പട്ടണം കത്തിയ പുകപടലം എവിടേക്കാണ് ഉയർന്നത്? ഉത്തരം ആകാശത്തിലേക്ക്. 20:41 നിന്നാണ് പട്ടണം കത്തിയ പുകപടലം കണ്ടപ്പോൾ ആരാണ് തിരിച്ചു വന്നത്? ഉത്തരം ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ ആരാണ് സംഭ്രാന്തരായത്? ഉത്തരം ബെഞ്ചമീൻകാർ. എന്തടുത്തെന്നാണ് ബെഞ്ചമീൻകാർ കണ്ടത്? ഉത്തരം നാശം. 20:42 നിന്നാണ് നാശം അടുത്തെന്ന് കണ്ടപ്പോൾ ബെഞ്ചമീൻകാർ എന്ത് ചെയ്തു? ഉത്തരം പലായനം ചെയ്തു. നാശം അടുത്തെന്ന് കണ്ടപ്പോൾ ബെഞ്ചമീൻകാർ എവിടേക്കാണ് പലായനം ചെയ്തത്? ഉത്തരം മരുഭൂമിയിലേക്ക്. ആരെ വിട്ടിട്ടാണ് ബെഞ്ചമീൻകാർ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തത്? ഉത്തരം
ഇസ്രായേൽക്കാരെ. ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം: അവർ കുടുങ്ങി. ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്ത ബെഞ്ചമിൻകാരോട് എവിടെ നിന്ന് വന്നവരാണ് ഏറ്റുമുട്ടിയത്? ഉത്തരം: പട്ടണത്തിൽ നിന്ന് വന്നവർ. പട്ടണത്തിൽ നിന്ന് വന്നവർ ബെഞ്ചമിൻകാരോട് ഏറ്റുമുട്ടി അവരെ എന്ത് ചെയ്തു? ഉത്തരം: നശിപ്പിച്ചു. 20:43 നിന്നാണ് ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞത്? ഉത്തരം: ഇസ്രായേൽക്കാർ. എവിടെ മുതലാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത്? ഉത്തരം: നോഹാഹു മുതൽ. എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്നത്? ഉത്തരം: കിഴക്ക് ഗിബയ വരെ. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്ന് അവരെ നിശേഷം എന്ത് ചെയ്തു? ഉത്തരം: പരാജയപ്പെടുത്തി. 20:44 നിന്നാണ് ബെഞ്ചമിൻ ഗോത്രത്തിലെ ആരാണ് നിലം പതിച്ചത്? ഉത്തരം: യുദ്ധവീരന്മാർ. ബെഞ്ചമിൻ ഗോത്രത്തിലെ എത്ര യുദ്ധവീരന്മാരാണ് നിലം പതിച്ചത്? ഉത്തരം: 18,000. 20:45 നിന്നാണ് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടേക്കാണ് ഓടിയത്? ഉത്തരം: റിമ്മോൺ പാറയിലേക്ക്. എവിടെ സ്ഥിതി ചെയ്യുന്ന റിമ്മോൺ പാറയിലേക്കാണ് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ ഓടിയത്? ഉത്തരം: മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന. റിമ്മോൺ പാറയിലേക്ക് ഓടിയ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്? ഉത്തരം: 5,000 പേർ. ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തത്? ഉത്തരം: ഗിദോം. ഗിദോം വരെ പോയ ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം: 2,000 പേർ. 20:46 നിന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കളാണ് അന്ന് കൊല്ലപ്പെട്ടത്? ഉത്തരം: 25,000 പേർ. 20:47 നിന്നാണ് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത്? ഉത്തരം: 600 പേർ. 20:48 നിന്നാണ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാളാണ് അവിടെ താമസിച്ചത്? ഉത്തരം: 4 മാസം. ആരാണ് തിരിച്ചു വന്ന് വീണ്ടും ബെഞ്ചമിൻകാരുടെ ദേശം ആക്രമിച്ചത്? ഉത്തരം: ഇസ്രായേൽ. ഇസ്രായേൽ ബെഞ്ചമിൻകാരുടെ ദേശത്ത് എന്തിനെയൊക്കെയാണ് വാളിനിരയാക്കിയത്? ഉത്തരം: മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻകാരുടെ ദേശം ആക്രമിച്ച് പട്ടണങ്ങൾ എന്ത് ചെയ്തു? ഉത്തരം: തീ വെച്ചു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.